അത് ശരി. അപ്പൊ ഇവിടെ നമ്മൾ ഉറൂസിന്റെ കാര്യം റോൾസ് റോയ്സിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേണു ഹെലികോപ്റ്റർ വാങ്ങി. അവിടെ വേണു വലിയ സ്വപ്നങ്ങളാണ്, ഒരു ഫ്ലൈങ് ക്ലബും ഒക്കെ അല്ലേ? എന്താണ് ആ പരിപാടി? അത് എനിക്ക് തോന്നുന്നത് ആ ഒരു സെക്ടർ എന്ന് പറയുന്നത് കുറച്ച് മൊണോപ്പൊളൈസ്ഡ് ആയിട്ടുള്ള ഒരു വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു സ്പേസ് ആണ്. പക്ഷെ അത്രയും കോസ്റ്റിന്റെ ആവശ്യം ഇല്ല, അതിന്റെ അവൈലബിലിറ്റി ഇല്ല ഫ്ലൈറ്റ്സിന്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂറിന് നമ്മൾ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യണമെങ്കിൽ 3 ലക്ഷം, ഏകദേശം 3.5 ലക്ഷം അങ്ങനെ ചാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും കാശാവും. അപ്പം ഞാൻ ഓർത്തു ഒത്തിരി പേർക്ക് ടൈം വാല്യൂ മണി എന്ന് പറയുന്ന സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ടൈമിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്നത്തെ ചാർട്ടറിങ് is not really helping unless you are like filthy rich and you don't care about spending those kind of money. അപ്പോൾ എനിക്ക് I thought we can bring it down. അപ്പം എന്നെ സംബന്ധിച്ചുള്ള എനിക്കൊരു ജെറ്റ് മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേടിച്ചാൽ കൊള്ളായിരുന്നു, അത്രയും കാശ് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് മേടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ഒരു പ്രൈവറ്റ് ജെറ്റിൻ്റെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കിക്കൂടാ? സോ ദാറ്റ് ദേ ഗെറ്റ് ടു ആക്സസ് എല്ലാ സാധനങ്ങളും. അപ്പോൾ ഈ കോസ്റ്റ് ഭയങ്കരമായിട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി നോക്കിയപ്പം അതിൻ്റെ ബേസിലുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസിലാണ് ഞാനത് തുടങ്ങാമെന്ന് വിചാരിച്ചത്. അതിനെന്തെങ്കിലും തുടക്കം കുറിച്ചോ? ഞാൻ കമ്പനി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. നമ്മളൊരു ഹെലികോപ്റ്റർ വാങ്ങിച്ചു. അത് ശരി. അപ്പൊ ഇവിടെ നമ്മൾ ഉറൂസിന്റെ കാര്യം റോൾസ് റോയ്സിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേണു ഹെലികോപ്റ്റർ വാങ്ങി. ന്യൂസിലൻഡിൽ പോയപ്പോൾ ആ സമയത്ത് ഈ ഹെലികോപ്റ്റർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.